കൊടുങ്ങല്ലൂർ ഒരു മൂലക്ഷേത്രമാണ്. അതായത് കേരളത്തിലെ പ്രമുഖ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളിൽ ഏറിയ പങ്കും കൊടുങ്ങല്ലൂരിൽ നിന്നും ആവാഹിച്ചു കൊണ്ടുവന്നവയാണ്. കൊടുങ്ങല്ലൂർ പോലെ തന്നെ മൂകാംബിക ക്ഷേത്രവും ഒരു മൂലക്ഷേത്രമാണ്. കേരളത്തിലെ പല സാത്വിക ദേവീ പ്രതിഷ്ഠകളും മൂകാംബികയിൽ നിന്നും ആവാഹിച്ച് പ്രതിഷ്ഠിച്ചവയാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ കാണാം. തിരുവനന്തപുരം നഗരത്തിൽ MC റോഡിലൂടെ കിളിമാനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ മാണിക്കൽ പഞ്ചായത്തിലെ പിരപ്പൻകോട് എന്നൊരു സ്ഥലത്ത് നാം എത്തിച്ചേരും. കേരളത്തിലെ കലാ, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ, കായിക മേഖലകളിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രദേശമാണിത്. പാർത്ഥസാരഥിയായി തേർത്തെളിക്കുന്ന ശ്രീകൃഷ്ണന്റെ ശില്പവും ശിരസിലേറ്റി പ്രധാന പാതയുടെ ഇരുവശത്തായി കാണുന്ന കമനീയമായ കമാനം നമ്മെ ആവാഹിക്കുന്നത് പുണ്യപുരാതനമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഈ പ്രദേശം ഏതെല്ലാം മേഖലയിൽ പ്രൗഢി അറിയിച്ചിട്ടുണ്ടോ അതിനെല്ലാം ആധാരമായി നിലകൊള്ളുന്നു ഈ ക്ഷേത്രം. ആരാധനാലയം മാത്രമല്ല, ഒരു പ്രദേശത്തിന്റെ സംസ്കാരമാണ് ഈ ക്ഷേത്രം. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ കാത്തരുളീടു കൃഷ്ണ കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ. പ്രധാന പാതയിൽ നിന്നും അല്പം താഴ്ന്ന സമതല പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിവിശാലമായ ക്ഷേത്ര അങ്കണവും വട്ട ശ്രീകോവിലും കേരളീയ മാതൃകയിൽ നിർമ്മിച്ച നാലമ്പലവും പ്രധാന പാതയുടെ തിരക്കും ശബ്ദ കോലാഹലങ്ങളും തെല്ലും തീണ്ടിയിട്ടില്ലാത്ത ശാന്തതയും നമ്മെ ആകർഷിക്കും. കായാമ്പുവർണ്ണനാം രാജീവലോചന കല്യാണ ചാരു കൃഷ്ണ ശാന്ത കൈവല്യ ഭാവ കൃഷ്ണ. പണ്ട് തിരുവിതാംകൂർ രാജകുടുംബം ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളിൽ കൈമാറുമ്പോൾ തിരുവിതാംകൂറിലെ 8 ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞ് പറ്റി കേട്ടിട്ടുള്ളത്. പുരാതനപരമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും പല ഐതിഹ്യ ഇതിലും ഈ ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് സമീപം അതിവിശാലമായ കുളം. സാധാരണ ക്ഷേത്രക്കുളങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായാണ് കണ്ടുവരുന്നത്. എന്നാൽ ഈ ക്ഷേത്രക്കുളം ഒരു നീന്തൽക്കുളം കൂടിയാണ്. കണ്ണന്റെ കരുണാമൃതത്താൽ പൂരിതമായ ഈ ജലാശയത്തിൽ നീന്തിപ്പടിച്ചവർ ആരും തന്നെ ജീവിത മഹാസാഗരത്തിന്റെ തിരകൾക്ക് മുന്നിൽ പകച്ചുപോയിട്ടില്ല. ഇവിടെ പരിശീലിച്ച് സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സര വിജയികളായി പലരും പല വകുപ്പുകളിൽ ഉദ്യോഗം വരിച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രക്കുളമാണെങ്കിലും അതൊരു നീന്തൽക്കുളമായിട്ടാണ് പണ്ട് മുതലേ കാണുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. ആ ക്ഷേത്രക്കുളത്തിൽ നിന്നും ജോലി കിട്ടിപ്പോയവർ ഒട്ടേറെ ഇന്ത്യയിലാകെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും ഒരു ഇന്ത്യക്കാരൻ പരപ്പങ്കോട്ടുകാരൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ റെയിൽവേയിലായിരുന്നാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നാലും ഈ ക്ഷേത്രക്കുളത്തിൽ നീന്തി അതേപോലെ തന്നെ ജോലി കിട്ടാത്തവരാരും തന്നെയില്ല. ഒരു 5000-ഓളം പേര് ഈ ക്ഷേത്രക്കുളത്തിൽ നീന്തി ജോലി കിട്ടിയവരുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിൽ കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിൽ കയറി പിന്നെ ക്ഷേത്രപ്പറമ്പിലും ആൽമര ചുവട്ടിലും ഒക്കെ തന്നെ കുശലം പറഞ്ഞവരൊക്കെ തന്നെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ വളരെ വലിയ രംഗങ്ങളെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ഒരു സംസ്കാരവും ചരിത്രവുമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്പാടിയിൽ കാലിമേച്ച് നടന്ന കണ്ണൻ, ദരിദ്രനായ കുചേലിനെ സ്വീകരിച്ച് പൂജിച്ച കൃഷ്ണൻ, ഇങ്ങനെ വൈവിധ്യമാർന്ന എത്രയോ കഥകളിൽ കേവലം സാധാരണക്കാരുടെ ഒപ്പം ജീവിച്ച മനുഷ്യനായ ദൈവത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. അതേ സങ്കല്പമാണ് നമുക്ക് ഇവിടെയും കാണാനാവുക.
ജാതി മത വർണ്ണ അർത്ഥവ്യവസ്ഥകളാൽ വേറിട്ട് കാണാത്ത തരത്തിൽ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ദേവനായി ഈ കൃഷ്ണൻ ഇവിടെ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നാരിലും ഞരമ്പിലും തൂണിലും തുരുമ്പിലും എല്ലാം ശ്രീകൃഷ്ണ സാന്നിധ്യമുണ്ട്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ക്ഷേത്രോൽപത്തിയെപ്പറ്റി നിലനിൽക്കുന്ന ചില ഐതിഹ്യങ്ങളുണ്ട്. പണ്ട് തനിക്ക് കുടിയിരിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി വരാൻ കൃഷ്ണൻ ഭൂതത്താനെ നിയോഗിച്ചു. ഇവിടെ എത്തിയ ഭൂതത്താൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുകയും ഇവിടം വിട്ടുപോകാൻ മടിച്ച് ഇവിടെ കുടിയിരിക്കുകയും ചെയ്തു. ഭൂതത്താൻ മടങ്ങി വരാത്ത സാഹചര്യത്തിൽ അന്വേഷിച്ചെത്തിയ കൃഷ്ണൻ കുപിതനാകുകയും മഴയും മഞ്ഞും വെയിലുമേറ്റ് കഴിയാൻ ഭൂതത്താനെ ശപിക്കുകയും ചെയ്തു. ഗോവർദ്ധനത്തെ വിരൽത്തുമ്പിലുയർത്തിയ കണ്ണന് താണുകിടക്കുന്ന സമതലവും തന്റെ സാന്നിധ്യത്തിൽ ഉയർന്നു വരും എന്നറിയാമായിരുന്നതിനാൽ അവിടെ കുടിയിരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ഇവിടെ കൃഷ്ണക്ഷേത്രം വരുന്നതിന് മുൻപ് തന്നെ ഗോത്രവർഗാരാധനയുടെ ഭാഗമായ ഭൂതത്താൻ ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. കൃഷ്ണൻ വന്ന് ശാപം കൊടുത്തുകൊണ്ട് ചവിട്ടി തള്ളി ഇട്ടുകൊണ്ട് മേൽക്കൂര ഇപ്പോഴും ആ ബോധാനടയുടെ മേൽക്കൂര ഓപ്പണായി കിടക്കുകയാണ്. ശാപം എന്ന് പറയുന്നത് കാറ്റും മഴയും വെയിലുമേറ്റ് നീ ഇവിടെ കിടന്നു എന്നുള്ളതാണ് പഴയ ആൾക്കാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പഴയ ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് ശേഷം ഈ ക്ഷേത്രം ഇരിക്കുന്ന ഒരു കുഴി ഇതാണ്. നല്ല സ്ഥലത്താണ് ബോധാൻ ഗോവിൽ സ്ഥിതി ചെയ്യുന്നത്. കാലാനുസൃതമായ പുതുക്കിപ്പണിയലുകൾ ഏത് ക്ഷേത്രത്തിലും എന്ന പോലെ ഇവിടെയും നടന്നിട്ടുണ്ടാകാമെങ്കിലും പ്രാചീനതയുടെ കൈപ്പാടുകൾ മായ്ച്ചു കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രോൽപത്തിയുടെ കാലഗണനയ്ക്ക് സഹായകമായ ചില അംശങ്ങൾ ഇന്നും ഇവിടെ കാണുന്നു. ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെയും അനുബന്ധ നിർമ്മിതികളുടെയും മേൽക്കൂരയിലെ കഴുക്കോലുകളിൽ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളും കൊത്തുപണികളും മറ്റും ആ കാലത്തിൻ്റെ ശൈലികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ പടി, കുമുദപ്പടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഞ്ചവർഗ്ഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റവും പഴക്കമുള്ള രീതിയിലാണ്. ക്ഷേത്രത്തിൻ്റെ ഓരോ കഴുക്കോലിലും കൊത്തിവെച്ചിരിക്കുന്ന വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിത്രങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരുശില്പങ്ങൾ ഭംഗിയായിട്ടും മികവുറ്റതായിട്ടും ചെയ്തിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണത്. ഇത് പക്ഷേ അത് രാവിലെ വന്ന് നോക്കിയാൽ മാത്രമേ അതിന് നമുക്ക് ഭംഗിയും ബാക്കിയുള്ള കാര്യങ്ങളും അതറിയാനും ആസ്വദിക്കാനും പറ്റുള്ളൂ. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശേഷമായിട്ടും കാണാൻ പറ്റുന്നതാണ്. ഗണപതി, ഭൂതത്താൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവതമാർ. മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ആരംഭിച്ച് 10-ാം ദിനത്തിൽ ആറാട്ടോടെയാണ് ഇവിടെ ഉത്സവം അവസാനിക്കുന്നത്. ഈ 10 ദിനങ്ങൾ ഈ ക്ഷേത്രാങ്കണം കലാ-സാംസ്കാരിക മേഖലകൾക്കുള്ള വേദിയാകുന്നു. സമീപ പ്രദേശങ്ങളിലെ പല ആരാധനാലയങ്ങളുടെയും ഉത്സവങ്ങളിൽ ഈ ക്ഷേത്രം ഭാഗമാകാറുണ്ട്. ഇത് പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ദിവസവും 4 പൂജയാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ ഉഷപൂജ, അത് കഴിഞ്ഞ് പന്തീരടി, വൈകുന്നേരം അത്താഴപൂജ. ഈ രീതിയിലാണ്. 3 ശിവേലിയുള്ള അമ്പലമാണ്. 3 ശിവേലിയുണ്ട്. ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിലെ രോഹിണിക്കാണ് കൊടിയേറുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം ഉത്സവമാണ്. മുളപൂജയായിട്ടുള്ള ഉത്സവമാണ് ഇവിടെ നടന്നു വരുന്നത്. ഇവിടെ വന്ന് തൊഴുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന കണ്ണനാണുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ ആരാധനാലയങ്ങൾ എങ്ങനെയാകണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഭഗവത്ഗീതയിലൂടെ കർമ്മകാണ്ഡത്തിന് വ്യാഖ്യാനം നൽകിയ കണ്ണൻ ഇവിടെ കുടികൊള്ളുന്നു. ഒരു ദേശത്തിൻ്റെ ഐശ്വര്യദീപമായി.